ഹായ്, ലെസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് എഗ്ഗ് കൊണ്ട് ഒരു ഉഗ്രൻ സ്റ്റൂ ആണ്. അപ്പൊ നമ്മൾ സാധാരണ പച്ചക്കറിയൊക്കെ വെച്ചിട്ട് നമ്മൾ സ്റ്റൂ ഉണ്ടാക്കാറുണ്ട്, ചിക്കൻ വെച്ചിട്ട് സ്റ്റൂ ഉണ്ടാക്കാറുണ്ട്. എഗ്ഗ് കൊണ്ടുള്ള ഈ സ്റ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡിനും ചപ്പാത്തിക്കും അതുപോലെ അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റൂ ആണ്. മറ്റേതിന്ന് നമ്മൾ മറ്റേ പച്ചക്കറി ഉണ്ടാക്കുന്ന ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നാളികേര പാലൊക്കെ വെച്ചിട്ട് നമ്മൾ സ്റ്റൂ ഉണ്ടാക്കില്ലേ, അപ്പോൾ അതിന് തിക്നെസ് വരാൻ, അതായത് ടേസ്റ്റില് കോംപ്രമൈസ് ചെയ്യാതെ തന്നെ സൂപ്പർ ഡെലിഷ്യസ് ടേസ്റ്റില് തന്നെ തിക്നെസ് വരാനുള്ള ഒരു സൂപ്പർ ടിപ്പും കൂടിയാണ്. എൻ്റെ അമ്മയൊക്കെ ചെയ്യാറുള്ള ടിപ്പാണ് കേട്ടോ. പല ടിപ്പുകളുണ്ട്. അതിന് ഞാൻ ഈ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻ നമ്മൾ മുൻപൊരു സ്റ്റൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ വീഡിയോ മുഴുവനായി കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്നുകൂടി പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എഗ് സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 5 എഗ്ഗ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഞാൻ നൂല് വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുക. അപ്പൊ നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്ത് കിട്ടണം. കത്തി കൊണ്ടൊക്കെ മുറിക്കിനെക്കാട്ടും നല്ലതാണ് ഇങ്ങനെ കട്ട് ചെയ്യണത് കേട്ടോ. അപ്പൊ ഇതൊന്ന് മുറിച്ച് വെക്കാം നമുക്ക്. ഒരു കുഞ്ഞു ക്യാരറ്റും ഒരു കുഞ്ഞു പൊട്ടാറ്റോയും ഞാൻ പീൽ ചെയ്തിട്ട് നമ്മൾ കുഞ്ഞു ക്യൂബ്സ് ആയിട്ട് ചെറിയ ക്യൂബ്സ് ആയിട്ട് നുറുക്കി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ് ആണ് കേട്ടോ. ഇത് ഉണക്ക ഗ്രീൻ പീസ് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പച്ച ഗ്രീൻ പീസ് എടുക്കാം. ഞാൻ ഉണക്കിയാണ്, അപ്പൊ അതുകൊണ്ട് വെള്ളത്തിൽ ഞാൻ കുതിർത്തിട്ടു കുറച്ച് നേരം മുൻപ്. 2 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് 2 സവാള, ഒരു 5-6 പച്ചമുളക്, ഇഞ്ചി ഒരു കുഞ്ഞു കഷ്ണം, ഒരു 6-7 വെളുത്തുള്ളിയും. അത് ഒന്നുമില്ല ക്രഷ് ചെയ്തിടാം. ഞാൻ ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. സോൾട്ട് വേണം, സ്വല്പം നെയ്യ്, വെളിച്ചെണ്ണ, വെള്ളം. നമ്മൾ നാളികേരപ്പാലിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യണത് കേട്ടോ. ഞാനൊരു ചെറിയ നാളികേരം എടുത്തു. എന്നിട്ട് 1-ാം പാല് ഒരു കപ്പ്, 2-ാം പാല് ഒരു 4 കപ്പും മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു 6-7 ചെറിയ ഉള്ളി എടുക്കാം. നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നട്ട്സും കിസ്മിസും അത് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് മസാലകൾ. ആ മസാലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുവാപ്പട്ട ഒരു വലിയ കഷ്ണം ഞാൻ പൊട്ടിച്ചിട്ടേക്കാണ്. 4 ഏലക്കായ, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു 4-5 ക്ലൗസ് നമ്മുടെ കറിയാമ്പൂ. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യണം കേട്ടോ. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി എടുക്കണം. ഞാൻ ഇടയിൽ ഞാൻ പൊട്ടിച്ചു കൊണ്ടുവരാം. പിന്നെ നമുക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തിക്നെസ് വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരിപ്പൊടിയാണ് കേട്ടോ. 1 ടീസ്പൂൺ അരിപ്പൊടിയാണ് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. അത് എങ്ങനെയാണ് നമുക്ക് ഇതിൽ ചേർക്കാന്നുള്ളത് പിന്നീട് നമുക്ക് പറയാം. നമ്മള് ഈ വെള്ളത്തിലിട്ട് വെച്ച നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. കുക്കറിലിട്ടിട്ട് ഒറ്റ വിസിലടിച്ചാൽ മതി. അത് ഗ്രീൻ പീസും കൂടി നമുക്ക് ഇട്ടിട്ട് വേവിക്കാം. നമുക്ക് ഈ കുക്കറിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ്, അപ്പൊ ഞാൻ കഴുകിയിട്ടാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്, കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഗ്രീൻ പീസ് കേട്ടോ. സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാം. ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ. അപ്പൊ കുക്കറിലെ ആ വെജിറ്റബിൾസ് വേവുന്ന സമയത്ത് നമ്മുടെ 2-ാം പാൽ എടുത്തു വെച്ചേന്ന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ഈ അരിപ്പൊടി ഇടുന്നതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കോൺഫ്ലവർ പോലത്തെ സംഭവങ്ങൾ ചേർക്കുമ്പോൾ നമ്മൾ കറി വെച്ച് വരുമ്പോൾ ഒരു വഴുവഴുപ്പ് പോലെയാണ് ഉണ്ടാവുക. അത് ഏത് കറിയിലായാലും, ഇപ്പൊ ചിലപ്പോ നമ്മള് ബീഫൊക്കെ വെക്കുമ്പോൾ അങ്ങനെ മസാല പോലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലവർ കോൺഫ്ലവർ ചേർക്കണതാണ്. അത് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു വഴുവഴുപ്പ് പോലെയാണ്. അപ്പൊ ഇത് ചേർത്താൽ അങ്ങനെയല്ല ഉണ്ടാവുക, ഒന്ന് തിരിഞ്ഞു കിടക്കണ പോലെ തന്നെ വ്യത്യാസമുണ്ട്. ഇതാ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഉള്ളി നമുക്കൊന്ന് അരിഞ്ഞു വെക്കാം കേട്ടോ.
ഈ മസാലകളൊക്കെ ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ, പൊടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. സ്റ്റൂ ഉണ്ടാക്കാനുള്ള ഒരു പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ വെളിച്ചെണ്ണ ഇല്ല വെച്ച് കഴിഞ്ഞാൽ സൺഫ്ലവർ ഓയിൽ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചതച്ച് വെച്ച മസാലകൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില. ഒരു 2-3 മിനിറ്റ് സോട്ട് ചെയ്താൽ മതി. ഇത് ബ്രൗൺ കളറൊന്നും ആവരുത്. ബ്രൗൺ കളർ ആയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൂവിന്റെ കളർ അങ്ങോട്ട് മാറിപ്പോയി. അപ്പൊ ഒരു ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലൂസന്റ് ആയ അതുവരെ നമുക്ക് വഴറ്റാൻ മതി. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. രണ്ടാം പാല് നമ്മൾ എടുത്തു വെച്ചില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾസിലേക്ക് നമ്മൾ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രേവിയിലേക്കുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പൊ ഇത് ഗ്രേവി നന്നായി തിളച്ചു തുടങ്ങിട്ടോ. അപ്പൊ നമ്മള് സിമ്മിലേക്ക് മാറ്റാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ തിളക്കണം. ഇനി നമുക്ക് നമ്മൾ കലക്കി വെച്ചേക്കണ അരിപ്പൊടിയില്ലേ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഒന്ന് വേവണം. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് ഇതിൽ കിടന്നൊന്ന് തിളക്കണം. ഇനി നമ്മൾ എഗ്ഗ് പുഴുങ്ങിയത് പതുക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മിനിറ്റ് ഇതേപോലെ ഒന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പൊ 1 മിനിറ്റ് എഗ്ഗ് ഇതിൽ കിടന്ന് ഇങ്ങനെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ കൂടെ ഗ്രേവിയുടെ കൂടെ കിടന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാല് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് തള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മളൊരു ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാല് വെളിച്ചെണ്ണ തന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പൊ സാധാരണ സ്റ്റൂവില് ഞാൻ ഉള്ളി അങ്ങനെ സജസ്റ്റ് ചെയ്യാറില്ല. പക്ഷെ എഗ് സ്റ്റൂവില് ഈ ഉള്ളി ഇങ്ങനെ മൊരിച്ചിട്ട പ്രത്യേക ഒരു സ്വാദാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഉള്ളി ഇതുപോലെ ഇട്ടത്. പിന്നെ ഉള്ളി ഒരുവിധം മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഈ പാനിലേക്ക് 1 ടീസ്പൂണും കൂടി നെയ്യ്. ഇതിലേക്ക് നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. മുന്തിരി ഇങ്ങനെ കോരിയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നെയ്യ് ഉപയോഗിക്കേണ്ട. ഇതിലേക്ക് നമുക്ക് നട്ട്സും കൂടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് ഇത് മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നട്ട്സ് ഇട്ട് കൊടുക്കാം.
കാഷ്യൂനട്ട് കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.